അസ്സലാമു അലൈക്കും. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല, സുഖം തന്നെയാണ്. ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഞാൻ പറയുന്നത് എൻ്റെ നിലപാട് എന്താണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് തിരുത്തി തരണം കമൻറ്റിലൂടെ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. അപ്പം ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് തിരുത്തി തരാം. അല്ലെങ്കിലും പറയാം, പക്ഷെ അല്ലാതെ എന്നോട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി തരണം. നമ്മൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ എൻ്റെ നിലപാട് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? എപ്പോഴും ഒരേ നിലപാടിൽ നിൽക്കുന്ന മനുഷ്യൻ അല്ലേ? ഞാൻ അങ്ങനെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തിരുത്തി തരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ഒരു മനുഷ്യനെ കുറ്റം പറയാനോ ചെളി വേർത്തേക്കാനോ വീഡിയോയിലൂടെ വന്ന് അനാവശ്യം പറയാനോ ഞാൻ തയ്യാറല്ല. അത് എൻ്റെ വ്യക്തിത്വമാണ്, എൻ്റെ നിലപാടാണ്. ഇന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ പറയില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നിലപാടും എൻ്റെ വ്യക്തിത്വവും എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു കണക്കിലെടുക്കുക അല്ലെങ്കിൽ വിലയിരുത്തുക? നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരാളോട് പറയുകയാണ് എൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ്, ഇതാണ് എൻ്റെ നിലപാട്, ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പറയുള്ളൂ, എനിക്കിതേ പറ്റുള്ളൂ, അതേ കൂടുതൽ ഞാൻ ചെയ്യില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന്. പക്ഷെ ആ പറഞ്ഞതിന് വിപരീതമായി ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കില്ലേ, നിൻ്റെ വ്യക്തിത്വം ഇതാണെന്ന് നീ വെളിവാക്കിക്കൊണ്ടാണ് വീഡിയോയിൽ വന്നത്, പക്ഷേ ഇപ്പോൾ നീ നിൻ്റെ നിലപാടും വ്യക്തിത്വമൊക്കെ മാറ്റിക്കൊണ്ട് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ? ചോദിക്കേണ്ടതല്ലേ? ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാവും, ഒരു നിലപാടും ഉണ്ടാവും. ഈ നിലപാട് എപ്പോഴെപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. അത് മാറ്റുന്ന നിലപാട് നല്ലതല്ല, എനിക്ക് തോന്നുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കമൻറ്റിലൂടെ എനിക്ക് തിരുത്തണേ എന്ന് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അത് എൻ്റെ വ്യക്തിത്വമാണ്, എൻ്റെ നിലപാടാണ്. പക്ഷെ ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കണ്ടേ? ആ വ്യക്തിത്വത്തിൽ ഞാൻ ഉറച്ചു നിൽക്കണ്ടേ? അപ്പോഴല്ലേ ആ വ്യക്തിക്കും ആ വ്യക്തിത്വത്തിനും ആ നിലപാടിനും ഒരു പറയുന്ന വാക്കുകൾക്ക് ഒരു ചേർച്ച വരുള്ളൂ. ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, എനിക്ക് ഇതേ പറ്റൂ, എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് നാളെ ഞാനത് തിരുത്തി പറയുമ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചൂടെ, നീ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്, പിന്നെ എന്തുകൊണ്ട് നീ ഇപ്പം മാറ്റി പറയണു, എന്തുകൊണ്ട് നീ മാറ്റി വീഡിയോ ചെയ്യണു എന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിച്ചൂടെ? ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ പറ്റിയാണ് പറയുന്നത്, എൻ്റെ നിലപാടുകളെക്കുറിച്ചാണ് പറയുന്നത്, മറ്റാരുടെയുമല്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ നിലപാട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ മറ്റൊരു നിലപാടുമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്താൽ എന്നെയെന്നല്ല മറ്റാര് തന്നെ അങ്ങനെ പറഞ്ഞാലും അതിനെ പ്രതികരിക്കണ്ടേ നമ്മൾ? വ്യക്തിത്വം, നിലപാട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു നിലപാടേ ഉണ്ടാവുള്ളൂ, ഒരു മനുഷ്യന് ഒരു വ്യക്തിത്വം ഉണ്ടാവുള്ളൂ. പല വ്യക്തിത്വങ്ങളുള്ളത് ഒരു മനുഷ്യനല്ലല്ലോ, അത് പലവരുമാണ്. പല നിലപാടുകളുള്ളതും ആ മനുഷ്യന്മാരും അങ്ങനെയല്ലല്ലോ. നമ്മൾ പറയുന്ന വാക്കുകളിലും നമ്മളെ പ്രവൃത്തിയും നമ്മളെ ജീവിതവുമാണല്ലോ നമ്മളെ വ്യക്തിത്വം എന്താണെന്ന് പൊതുജനം മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ സംസാരത്തിലൂടെയും എൻ്റെ പ്രവൃത്തിയിലൂടെയാണല്ലോ നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത്. നല്ല വ്യക്തിത്വമാണോ, നല്ല നിലപാടാണോ, മോശം വ്യക്തിത്വമാണോ, മോശം നിലപാടാണോ എന്നുള്ളത്. ഞാൻ ഒരാളെ വേദനിപ്പിക്കാതെ മാത്രമേ വീഡിയോ ഇടുള്ളൂ, ആരെയും ചെളിവാരിത്തേക്കില്ല, ആരെയും കുറ്റം പറയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള റീച്ച് എനിക്ക് വേണ്ട. റീച്ച് കുറവാണ് എനിക്ക്, എല്ലാവരെയും കഴിഞ്ഞു റീച്ച് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ആരും ചെളിവാരി എറിയാൻ പോകുന്നില്ല, തമ്മിലടിപ്പിക്കാൻ പോകുന്നില്ല. എൻ്റെ വ്യക്തിത്വം ഇതാണ്, അതിൽ കിട്ടുന്ന റീച്ച് മതി എനിക്ക്.
കൂടുതൽ റീച്ചാകാൻ പറ്റില്ല എന്നെക്കൊണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോകൾ ഇടുന്നില്ല, അത് സാധിക്കുമില്ല എന്നെക്കൊണ്ട്. ഒരു മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ടോ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യം, എനിക്ക് പറ്റില്ല, ഞാൻ അവിടുന്ന് പതുക്കെ മുണ്ടാതെ ഇരിക്കും. നമ്മൾ ഒരാളോട് പറയുകയാണ് ഇത് ചെയ്യരുത്, അത് നിനക്ക് നാളെ ദോഷം വരും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇതേ ചെയ്യുള്ളൂ, ഇങ്ങനെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്കത് പറ്റില്ലെങ്കിൽ നമ്മൾ പിൻവാങ്ങുക, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. 1000 കുടത്തിൻ്റെ വായു മൂടിക്കെട്ടാൻ നമുക്ക് പറ്റും, പക്ഷെ ഒരു മനുഷ്യൻ്റെ വായു മൂടിക്കെട്ടാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇങ്ങനെ ചെയ്യുള്ളൂ. എൻ്റെ വീഡിയോയിൽ ഞാൻ എല്ലാവരോടും എല്ലാ വീഡിയോയിലും സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പറയില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക, വേദനിപ്പിക്കാതുള്ള കമൻ്റ് ഇടുക. കാരണം ഞാൻ ആരെയും വേദനിപ്പിക്കാതെയാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് വേദനിപ്പിക്കാതെ കമൻ്റ് ഇടുക. ഇത് ഞാൻ ഇന്ന് പറഞ്ഞത് എൻ്റെ വ്യക്തിത്വത്തെ പറ്റിയാണ്. നാളെ എന്നിൽ നിന്നും അത്രയ്ക്കും എനിക്ക് സഹിക്കാൻ പറ്റാതുള്ള വാർത്തകൾ വന്നാൽ മാത്രമേ ഞാൻ അതിനെ പ്രതികരിച്ച് ആവശ്യമില്ലാത്തൊരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വന്നു പോവുള്ളൂ. കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ. എല്ലാ സമയത്തും എല്ലാം സഹിച്ച് നിൽക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ചില സമയത്ത് നമ്മളും പറഞ്ഞു പോകില്ലേ പലതും. അങ്ങനെയൊക്കെയുള്ള അവസരം വരുമ്പോൾ മാത്രം റബ്ബേ എനിക്ക് അങ്ങനത്തെ ഒരു അവസരം വരുത്തല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എന്താ വെച്ചെങ്കിൽ എനിക്ക് ആരുടെ മുമ്പിലും ഈ പറയുന്ന മാതിരി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെയൊന്നും പറയാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. റീച്ച് വേണ്ട, എനിക്ക് റീച്ച് കുറവായിക്കോട്ടെ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, അവരെല്ലാം സപ്പോർട്ട് ചെയ്യുക, അവരെല്ലാം കമൻ്റ് ഇടുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. അതിൽ കൂടുതൽ എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഇനി എൻ്റെ വീഡിയോ കണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോകളിൽ നിന്ന് ഫസ്റ്റ് മുതൽ നിങ്ങൾ കണ്ടു നോക്കി. അതിലും ഇതേ വാക്കുകളെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എൻ്റെ ഓരോ വീഡിയോകളിലും ഞാൻ പറയുന്ന വാക്കാണത്. അത് ഒരാളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെള്ളപൂശാൻ വേണ്ടിയിട്ടോ സപ്പോർട്ട് നിന്നിട്ടല്ല. എൻ്റെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ, അല്ലാത്തത് ഞാൻ ചെയ്യില്ല. അതാര് പറഞ്ഞാലും ചെയ്യില്ല, എന്ത് തെളിവ് കിട്ടിയാലും ചെയ്യില്ല. മൂടി വെക്കേണ്ടതെല്ലാം ഞാൻ ആരുടേതാണെങ്കിലും മൂടി വെച്ചുകൊണ്ടേയിരിക്കും. പറയാൻ പറ്റാവുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയാൻ പറ്റുന്നത് എനിക്ക് നല്ലത് മാത്രമാണെന്നാണ് എൻ്റെ ചിന്ത. ആ നല്ലത് മാത്രം പറയും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനല്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും വരുന്ന കാലത്തൊക്കെ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സമയം നോക്കിയാൽ കുറേ നേരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും, പുതിയ സബ്സ്ക്രൈബേഴ്സിനും, പഴയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും പെട്ടെന്ന് തീർക്കുക. എല്ലാവർക്കും ഈമാനും ആഫിയത്തും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട്, ഇതുമാരിലെ കാശ്മീരിൽ സംഭവിച്ചമാരിലെ അപകടങ്ങൾ നമ്മൾ പലയിടത്തും ടൂറിന് പോകണം, എവിടെയും ഒരു അപകടമാർക്കും വരാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം, ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ.